അപ്പൊ ഗൈസ് നമ്മൾ വേറെ സ്ഥലത്ത് ഇറങ്ങിയതാണ്. സ്ഥലത്തിന്റെ പേരെന്താണ് പറയൂ? സ്ഥലത്തിന്റെ പേരില്ല സ്ഥലം. അവിടെ ഞാനും പോയിട്ടില്ല ഗൈസ്. അവിടെ പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. സർദാർ മ്യൂസിയം അല്ല, അങ്ങനെ എന്തോ സർദാർ മെമ്മോറിയൽ. സർദാർ മെമ്മോറിയൽ, അതെ. അവിടെ പിന്നെ ഗാന്ധിന്റെ എരിപ്പുണ്ട് വെച്ച് സർദാർ മെമ്മോറിയൽ ആണോ? അവിടെ ഗാന്ധിജിന്റെ എന്റെ വൈഫ് ഒരുപാട് പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്കിതുവരെ പോവാൻ തരായില്ല. ഇവിടെ ആരും ഇങ്ങോട്ട് കെട്ടിയെടുക്കുമ്പോൾ എനിക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എനിക്ക് അവരോട് പോകാൻ പറ്റാറില്ല. ഇതൊന്നും വരുന്നില്ലല്ലോ അല്ലേ? ഇത് വരൂട്ടോ, വന്നോട്ടെ. ഇവരെന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടോ? എനിക്ക് ലോകത്ത് പേടിയിൽ ആ കൂടെ ഒരേ ഒരു കാര്യമുള്ളൂ, അത് പാമ്പാണ്. പിന്നെ പ്രേതം പേടിയാ. അങ്ങനെ ചോദിച്ചാലിപ്പോ രാത്രി 2 മണിക്ക് അതിലൂടെ നടക്കുക വെച്ച് ഞാൻ നടക്കും കേട്ടോ. പക്ഷെ ഒരു ഹൊറർ മൂവി കാണാൻ ഇഷ്ടമല്ല, പേടിയാണ്. അങ്ങനത്തെ പേടിയില്ല, ഞെട്ടാൻ താല്പര്യമില്ല. അതിപ്പോ എന്റെ കുഴപ്പമില്ല, എന്റെ ശരീരത്തിലുള്ള ഹോർമോൺസിന്റെ കുഴപ്പമാണ്. അങ്ങനെ സ്വന്തം കുഴപ്പമില്ല പറയുന്നത്. അതെന്റെ ശരീരത്തിലുണ്ടാക്കുന്ന അഡ്രിനാലിനും ഓക്സിറ്റോസിനും എടുക്കേണ്ട ചിരി അതിന്റെയൊക്കെ പ്രൊഡക്ഷനോ ഞാനെന്ത് പഠിച്ചു. ഇന്ന് ചിരിക്കാൻ വേറെ വയറുവേദന അവസ്ഥയാണ്. അയ്യോ പശതാവും കോരി എറിയുന്ന കട്ടെടുത്തോണ്ടോയതാ. ഉള്ളിന്റെ 30 രൂപ പോയി. കണ്ടോ പശു കട്ടെടുക്കുന്നുണ്ടോ? പശുവിനെ അറിയാതെ വിൽക്കാൻ വേണ്ടി വെച്ചാണ്. അതുകൊണ്ട് കട്ടെടുക്കുക. മനുഷ്യന്മാർക്ക് മാത്രം. അയ്യോ ഇതില് വണ്ടി ഓടിക്കാറുള്ള ഒരു ഭഗീരഥ പ്രയത്നമാണ്. ഈ കണ്ട ഈ തുണിക്കൊക്കെ ഭയങ്കര ചീപ്പായിരിക്കും. 100 രൂപ. ഗൈസ് അവിടെ പറയാൻ പറഞ്ഞു ഗാന്ധി അല്ല സർദാർ മെമ്മോറിയലില് ഗാന്ധിജീന്റെ ചെരുപ്പ്. ശരിയാ, കാണാൻ പോകും. അവിടെ എന്തൊക്കെയാണുള്ളത് നോക്കാം. അവിടെ എന്തൊക്കെയുണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് വഡോദര. നമ്മളിപ്പോ വന്ന ആനന്ദനാണ് നമ്മൾ വന്നത്. ഇതൊരു നൈബറിംഗ് സിറ്റീസ് ആണ്. ഇത് വല്ലഭ വിദ്യാനഗർ. അവിടെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയുക യൂണിവേഴ്സിറ്റീസും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അത് സർദാർ പട്ടേൽ എഡ്യൂക്കേഷൻ സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്ന ബ്ലോക്ക്. ഓക്കെ, ഇത് പുതിയ ബ്ലോക്കാണ്. പഴയ ബ്ലോക്ക് കുറച്ച് ആ സൈഡിലോട്ടായിട്ട് വരും കാണിച്ചത്. ഇവിടെ ഫുള്ള് സ്റ്റുഡൻസ് ആണ്. പണ്ട് വേറെ ബിൽഡിങ്ങുകളൊന്നും ഇല്ല. ഇവിടെ ഇഷ്ടം പോലെ സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് സ്ലോലി ഇപ്പം അത്യാവശ്യം നല്ലൊരു ഹബ്ബായി മാറിയിട്ടുണ്ട് ഇവിടെ. എഡ്യൂക്കേഷൻ ഹബ്ബായിട്ടുണ്ട് ഇവിടെ. ആർട്സ് ആയാലും വെറ്റിനറി ആണെങ്കിലും എല്ലാത്തിനും നല്ല ഇതാണ്. എന്താ പറയുക, മെഡിസിൻ ആണെങ്കിലും ഇപ്പോൾ ബായ്ക്കാക്ക യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ പോകുന്ന കരംസദ്, അവിടെ കരംസദ് ശ്രീകൃഷ്ണ ഹോസ്പിറ്റൽ, കരംസദ് മെഡിക്കൽ കോളേജ്, അവിടെ MBBSനും MDക്കൊക്കെ നല്ല നല്ല പേരുകേട്ട ഹോസ്പിറ്റലാണ്, മെഡിക്കൽ കോളേജാണ്. നമ്മളതിങ്ങനെ സ്ലോ ആക്കാം. അടുത്തോട്ട് കണ്ടോ റോഡ് സൈഡത്തെ കണ്ടോ പാനിപ്പൂരി വിൽക്കാൻ വളരെ ഇവനെ കണ്ടോ വിൽക്കുന്നതാണ്. ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? കാരണം മുമ്പത്തെ വ്ളോഗിൽ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു ഇവിടെ എന്താ പറയുക കോളറ വ്യാപകമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 4-5 ആഴ്ചക്ക് മുമ്പേ. ചിലപ്പോൾ അത് ആ റൂൾ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും നമ്മൾ അറിഞ്ഞില്ല. കാരണം നമ്മൾ പാനിപ്പൂരി കഴിക്കാറില്ല, ഞാൻ കഴിക്കാറില്ല. ഞാനിപ്പോൾ അവിടെ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. 5 വർഷം. അപ്പം 5 വർഷത്തിനുള്ളിൽ ഞാനൊരു 5 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടാവുള്ളൂ പാനിപ്പൂരി. അതിനകത്ത് എല്ലാം കഴിച്ചിട്ടില്ല. എന്താണെന്നറിയില്ല, താല്പര്യമില്ല. അയ്യോ സ്ഥലം കാണിച്ചു. ഇവിടെ ബാക്കിലാണ് ഈ വഴി പോവാൻ. മുമ്പിൽ അടിപൊളി ഒരു കാറ് പോയിട്ടുണ്ടായിരുന്നു. അത് ഓഡി S3 കണ്ടു. ഇവിടെ ലക്ഷ്മി പാൻ, ഇവിടെ നല്ല പാൻ കിട്ടും കഴിച്ചു. ഇവിടെ 100 രൂപയ്ക്കുള്ള പാനൊക്കെ ഉണ്ട്. നല്ല ഫേമസ് പാനാണ് 100 രൂപേൻ്റെ പാൻ. ഈ പാൻ
പാൻ എന്ന് പറഞ്ഞാൽ പാൻ പരാഗ് തന്നെയല്ലേ? അല്ല, സ്വീറ്റ് പാൻ. അയ്യേ, അതായിരുന്നു. ഇവിടെ ഈ പോഷ് ഏരിയകളൊക്കെ എവിടെയാ? അങ്ങനെ ഒരു ഏരിയ ഉണ്ടാവല്ലോ. ഞങ്ങള് പണ്ട് താമസിച്ചേ അവിടെ, ഞങ്ങൾ താമസിച്ച ഏരിയ കുറച്ച് പോഷ് ഏരിയ. അങ്ങനെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് ലക്കിലി കിട്ടിയൊരു ഏരിയ ആണ്. അവിടെ അത്യാവശ്യം നല്ല പോഷ് ഏരിയ ആണ്. അവിടെ പോലീസ് DGPന്റെ ഫ്ലാറ്റും അതൊക്കെ അവിടെ എന്താ പറയാ ആ ഏരിയയിലായിട്ടാണ് ഉണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിൽ നയാര അതുപോലെ തന്നെയുള്ള വേറെ നയാര. ഇവിടുത്തെ ജിമ്മ് വേറെ സ്പെഷ്യാലിറ്റി പറയാന്ന് വെച്ചാല് ഇവിടെ ചില ജിമ്മില് മുസ്ലിംസിന് എൻട്രി ഇല്ല. ഓൺലി ഹിന്ദി കമ്മ്യൂണിറ്റിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. ഞാൻ നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ തലയൊക്കെ മൊട്ടടിച്ചിട്ടാണ്. അപ്പോൾ ഞാനവിടെ JD ഫിറ്റ്നസ് അവിടെ പോകുമ്പോൾ അത്യാവശ്യം നല്ല വൺ ഓഫ് ദി പോഷ് ജിമ്മാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി അങ്ങനത്തെ ഒരു പോഷ് ജിമ്മിൽ പോകാമെന്നൊക്കെ. അങ്ങനെ പോയതാണ്. മന്ത്ലി എത്ര 3000 രൂപയാണ് അവർ വാങ്ങിയത്. ഞാൻ 3-4 മാസം പോയിട്ടുള്ളൂ. 3 മാസം ആയതുകൊണ്ട് 2000 രൂപ വെച്ച് കിട്ടി പെർ മന്ത്. അവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, അടിപൊളി ട്രെയിനിങ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പെണ്ണുങ്ങളും അതേപോലെ ഈക്വലി വരുന്നതാണ്, ഒരു പ്രശ്നമില്ലാത്ത അടിപൊളി. ആ കൂടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റിലീജിയസ് ആണ് അവിടെ. അവർ രാവിലെ ഹനുമാൻ ചാലിസയിൽ രാവിലെ ഇട്ടിട്ട് തുടങ്ങുള്ളൂ. അവിടെ വരുന്ന എല്ലാവരും ഹിന്ദു ആയിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ളൊരു ജിമ്മാണ്. ഭയങ്കര പെത്തറ്റിക്കാണ് ബൈസ്. അത് ഒരിക്കലും പാടില്ലല്ലോ, ഒരു സ്ഥലത്തും പാടില്ലല്ലോ, എസ്പെഷ്യലി ജിമ്മിലൊക്കെ. ഞാനിപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജിമ്മ് മുസ്ലിമുകൾ മാത്രം മെജോറിറ്റി വരുന്ന ജിമ്മാണ്. അവിടെ അവരങ്ങനെയൊന്നും നിയമം കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ മൈനോറിറ്റീസിനും ജീവിക്കണ്ടേ, അവർക്ക് നല്ലൊരു അവര് ജിമ്മിലൊന്നും വേറെ ആരും പോകുന്നില്ല. ഞാൻ നോക്കുമ്പോൾ നല്ല ജിമ്മ് അത്യാവശ്യം 1000 റുപ്യ ഉള്ളൂ ഒരു മാസം. 1000-ന് ചോട നമ്മൾ ഒരുമിച്ച് ബുക്ക് ചെയ്യുമ്പോൾ. ഞാൻ അവിടെ ഇപ്പോൾ പോകുന്നത് അങ്ങനെ പോയി വെയിറ്റ് ചെയ്തിട്ട് കഴിച്ചിട്ട് ഒരു പണി കഴിക്കണം, അത് വേറെ കാര്യം. പക്ഷെ നീ മുമ്പ് എന്താ ചോദിക്കാൻ വന്നോണ്ടിരുന്നത്? കാറ്. ഈ കാറ് മാറ്റിയിരുന്ന വേറെ കാർ എടുക്കാത്തതെന്ന് ചോദിച്ചു. എടാ, ഈ കാറെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെമ്പറിക്ക് എടുത്തല്ല. ഞാനൊരു 1,20,000 അത്രയും കുറച്ച് എടുത്ത വണ്ടിയാണിത്. വൈഫ് കവിത പ്രഗ്നന്റ് ആയിട്ടുള്ള ജസ്റ്റ് ഹോസ്പിറ്റൽ എമർജൻസിക്ക് വേണ്ടി മാത്രം വളരെ കുറച്ച് മാസത്തിന് വേണ്ടിയിട്ട് തൽക്കാലം ഒപ്പിക്കാന്നുള്ളത് എന്നിട്ട് ഒഴിവാക്കാൻ വിചാരിച്ച് വാങ്ങിയതാണ്. എൻ്റെ കയ്യിൽ നിന്ന് പോയില്ല, ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പം വിൽക്കാറുണ്ട്. ഇപ്പം എത്ര ഒരു 1.5 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിനിപ്പോ പെട്ടെന്ന് വിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. മാത്രമേ ഉള്ളൂ കുറച്ച് കുഴപ്പമുണ്ട്. എഞ്ചിൻ ഡീസലാണ് കേട്ടോ ഗൈസ്, ഇത് ഡീസലാണ്. ഗൈസ് നോക്കൂ, ആ കയ്യില് പുള്ളിട്ട് വരയ്ക്കുന്ന കണ്ടില്ലേ, കാണുന്നുണ്ടോ? ഇവിടെ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് മസാലയാണ് ഗൈസ്, മസാല. അതായത് നമ്മുടെ നാട്ടില് മുറുക്കാൻ വാങ്ങില്ല. അതായത് വെറ്റില് അടയ്ക്കാ പുകല 100. ഇവിടെ ഉള്ളവര് വെറ്റിലെടുത്തെങ്കിൽ മാറ്റി പുകല അടയ്ക്കാ 100. ചെറിയ ആൾക്കാർക്ക് യൂസ് ചെയ്യുന്നതാണല്ലോ. സ്ക്വയർ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ ഉരയ്ക്കും. നല്ല ഹീറ്റ് ആയിട്ട് അത് ചവയ്ക്കും. ഞാൻ നാട്ടിൽ വല്ലപ്പോഴും മുറുക്കുന്നൊക്കെയാണ്. ഞങ്ങളെ കൾച്ചറിൽ ഞങ്ങൾ ബ്രാഹ്മിൻസ് ആണ്. ഞങ്ങൾ എല്ലാ ഫെസ്റ്റിവൽസിലും മുറുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ വല്ലപ്പോഴും വെരി റയർലി യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതേപോലെ ഇവിടെ വന്നിട്ട് ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര സ്ട്രോങ് ആണ്. ഞാൻ കഴിച്ച് നിലത്തിരുന്ന് പോയി. കഴിച്ചിട്ട് ഞാൻ ഒന്ന് ചവച്ചിട്ട് എനിക്ക് ഒരു എന്താ പറയുക വേറൊരു ഫീല്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കഷ്ടകാലത്തിന് കുറച്ച് ഡ്രോപ്പ് ഇറക്കിപ്പോയി തൊണ്ടടുത്തിപ്പോൾ ഭയങ്കര കോൺസെൻട്രേറ്റ് അറിയാൻ ഇറങ്ങിപ്പോയി. വേർക്കാൻ തുടങ്ങി. കണ്ണിന് മുമ്പിൽ മറ്റേ ഡോട്ടൊക്കെ വന്നു. ഞാൻ നിലത്തിരുന്നു 5 മിനിറ്റ് വേർത്ത് കുളിച്ചാട്ടിരുന്നത്. വായന്ന് തുപ്പാൻ പറ്റുന്നില്ലായിരുന്നു, കുഴങ്ങിയിട്ട്. അതായിരുന്നു അവസ്ഥ. അതാണ് ഇവിടെ ചെറിയ പിള്ളേരെ ചവച്ചോണ്ട് നടക്കുന്നത്. പിള്ളേർക്ക് ഭയങ്കര എനർജി ചെയ്യും ഗൈസ്. എത്താനായി റൈറ്റ് പോണം, റൈറ്റ്. ഇതൊരു മെയിൻ റോഡ് കയറിയുണ്ട് ഗൈസ്. അവിടെ എടിയാണ്, അതാ അവിടെ എത്തി.